ഓർമ്മകൾ. എനിക്ക് പാകെയുള്ളത് അതാണ്. ഐ ലിവ് ഇൻ ദ പാസ്റ്റ്. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ മുൻപന്തിയിൽ ഉള്ളവയിൽ ഒന്നാണ് ഡിപ്രഷൻ അഥവാ വിഷാദരോഗം എന്ന് പറയുന്നത്. നമുക്കൊരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ തോന്നാൻ ഇടവരുന്ന ഒരു ചിന്തയാണ് ഞാൻ ഡിപ്രഷനിലാണോ അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷൻ ആണോ എന്നുള്ളത്. എന്തൊക്കെയാണ് വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളിൽ നമ്മൾ പറയുന്നത്? മുൻപ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഒരു താല്പര്യക്കുറവുണ്ടാകുക, അമിതമായ ക്ഷീണം, ചെറിയ കാര്യങ്ങൾ പോലും അമിതമായി വിഷമിക്കുക, ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ കരയാൻ തോന്നുക, മറ്റുള്ളവരോട് സംസാരിക്കുവാനും ഇടപഴകാനും മടി കാണിക്കുക, നിസ്സഹായാവസ്ഥ ഫീൽ ചെയ്യുക, ആത്മവിശ്വാസക്കുറവുണ്ടാകുക, ഉറക്കക്കുറവുണ്ടാകുക, പഠനത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും മറ്റെന്തിലാണെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരിക, ജീവിതത്തിനോട് എപ്പോഴും ഒരു മടുപ്പ് തോന്നുക തുടങ്ങിയവയാണ് ഡിപ്രഷൻ്റെ ചെറിയ രീതിയിലുള്ള സിംറ്റംസ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒരു 2 ആഴ്ചയോ അതിൽ കൂടുതലോ കണ്ടുവരികയാണെങ്കിൽ അയാൾക്ക് മൈൽഡ് ഡിപ്രഷൻ ആണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള സിംറ്റംസ് തന്നെ ഒരു 1-2 മാസം തുടർന്ന് പോയി കഴിഞ്ഞാൽ അയാളുടെ ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുകയും ഹാലുസിനേഷൻസ് പോലെയുള്ള സിവിയർ സിംറ്റംസ് വരുവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള മറ്റൊരു ലക്ഷണമാണ് ആത്മഹത്യാ പ്രവണത. ഡിപ്രഷൻ പേഷ്യൻസിന് എപ്പോഴും മരിക്കുവാനുള്ള ചിന്ത അമിതമായിരിക്കും. ആയതിനാൽ ഉചിതമായ സമയത്ത് തന്നെ, അതായത് ചെറിയ രീതിയിലുള്ള സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെയോ കൗൺസിലറിനെയോ കാണിക്കേണ്ടത് വളരെ അനിവാര്യമാണ്.